മിസ്റ്റർ മഹേന്ദ്ര ഗൗഡ, നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? പെട്ടെന്ന് ശാന്തസ്വരത്തിൽ നിക്കോളാസ് ചോദിച്ചു. എനിക്ക് വേണ്ടത് അവളെയാണ്, നിങ്ങൾ കൂടെ താമസിപ്പിച്ചിരിക്കുന്ന ആ പെണ്ണിനെ. നിക്കോളാസിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ശ്രേയ. സ്പീക്കർ ഫോൺ ഓൺ ചെയ്തിരുന്നത് കാരണം ഗൗഡയുടെ സംസാരം അവരും കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ആരാണ് ആ കുട്ടി? നിക്കോളാസ് ചോദിച്ചു. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അവൾ നിങ്ങളുടെ മകളാണോ? അല്ല. സിസ്റ്റർ? അല്ല. പിന്നെ അവളിൽ നിങ്ങൾക്ക് എന്താ അവകാശമാണുള്ളത്? ധൈര്യത്തോടെ നിക്കോളാസ് ചോദിച്ചു. ഞാൻ അവളെ വില കൊടുത്ത് മേടിച്ചതാണ്, 7 ലക്ഷം രൂപയ്ക്ക്. നിക്കോളാസും ശ്രേയയും ഞെട്ടി. എവിടുന്ന്? കൊച്ചിയിൽ നിന്ന്. തെളിവ് വല്ലതുമുണ്ടോ? മഹേന്ദ്ര ഗൗഡ പൊട്ടിച്ചിരിച്ചു. 7 ലക്ഷത്തിന് വാങ്ങിച്ചതിൻ്റെ ബില്ല് തന്നാൽ മതിയോ നിക്കോളാസ്? ശ്രേയയും നിക്കോളാസും പരസ്പരം നോക്കി. മിസ്റ്റർ ഗൗഡ, സത്യഭാമ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ രമേഷ് ഭട്ടാണ് ഈ കുട്ടിയെ ഞങ്ങൾക്ക് തന്നത്. ആക്സിഡൻറ്റോ മറ്റോ ആയി ബോധം നഷ്ടപ്പെട്ട കുട്ടിയെ ആരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഇക്കാര്യം ഡോക്ടർ ഭട്ട് ലോക്കൽ പോലീസിൽ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. ഈ കുട്ടി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ പോലീസുമായി ബന്ധപ്പെടുക. മേലിൽ എന്നെ ശല്യപ്പെടുത്തരുത്. നിക്കോളാസ് കൂടുതലൊന്നും സംസാരിക്കാതെ റിസീവർ വെച്ചു. അയാൾ വല്ല ഗുണ്ടയോ അധോലോക നായകനോ മറ്റോ ആയിരിക്കുമോ എനിക്ക്? ഭയം വിട്ടുമാറാതെ ശ്രേയ ചോദിച്ചു. ആണെങ്കിൽ തന്നെ നമുക്കെന്താ? വെറുതെ പേടിപ്പിക്കുകയാണ് അയാൾ. ഇതിൻ്റെ പേരിൽ കുറച്ച് പണം തട്ടിയെടുക്കാമെന്ന് ആഗ്രഹം കാണും. എനിക്കതല്ല പേടി. അവളെ അയാൾ കിഡ്നാപ്പ് ചെയ്താലോ? എപ്പോഴും നമ്മളിവിടെ കാണണമെന്നില്ലല്ലോ. നിക്കോളാസ് അവരൊന്ന് നോക്കി. യെസ്, നമ്മൾ കരുതിയിരിക്കണം. എങ്കിലും മോളിയുടെ തനിച്ചല്ലല്ലോ. രാത്രിയിലും പകലും സെക്യൂരിറ്റി ഗാർഡുണ്ട്, 2 ഹൗസ് മെയ്ഡുണ്ട്, കുക്കുണ്ട്, 2 അൾസേഷൻ നായ്ക്കളുണ്ട്, ലൈസൻസുള്ള ഒരു റിവോൾവറുണ്ട്. പെട്ടെന്ന് ആരും മോളെ തട്ടിക്കൊണ്ടു പോകത്തില്ല. അയാൾ അവരെ സമാധാനിപ്പിച്ചു. എങ്കിലും ഇങ്ങനെ ഒരാൾ ഭീഷണിപ്പെടുത്തിയ കാര്യം നമ്മൾ പോലീസിലൊന്ന് അറിയിക്കുന്നത് നല്ലതല്ലേ? ശ്രേയ ചോദിച്ചു. ആലോചിച്ചപ്പോൾ അത് ശരിയാണെന്ന് അയാൾക്കും തോന്നി. അപ്പോൾ തന്നെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുടെ പേർക്ക് നിക്കോളാസ് കമ്പ്യൂട്ടറിൽ ഒരു പരാതി തയ്യാറാക്കി. മഹേന്ദ്ര ഗൗഡയുടെ പേര് പ്രത്യേകം എടുത്തു പറഞ്ഞാണ് പരാതി എഴുതിയത്. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഒപ്പിടാൻ തുടങ്ങിയപ്പോഴാണ് നിക്കോളാസിന് ഒരു സംശയം തോന്നിയത്. പരാതിയുമായി ചെല്ലുമ്പോൾ സിത്താര നമ്മുടെ മകളാണോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കും. നമ്മൾ എന്ത് പറയും? നമ്മുടെ മകളാണെന്ന് പറയും. ശ്രേയയ്ക്ക് ഒട്ടും സംശയമില്ലായിരുന്നു. അവൾ നമ്മുടെ സ്വന്തം മോളല്ലെന്ന് അയാൾ പിന്നീട് അറിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടാകും. അത് ശരിയാണെന്ന് ശ്രേയയ്ക്ക് തോന്നി. ഇൻസ്പെക്ടർ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കത്തില്ല. ഡോക്ടർ ഭട്ട് വഴിയാണ് സിത്താരയെ നമുക്ക് കിട്ടിയതെന്ന് പറയാതിരിക്കാൻ പറ്റുമോ? അവൾ നമ്മുടെ സ്വന്തം മകളല്ലെന്ന് ബോധ്യപ്പെട്ടാൽ പോലീസ് അവളെ ഏറ്റെടുത്ത് വിമൻസ് വെൽഫെയർ ഹോസ്റ്റലിലേക്ക് പോയാലോ? അയാൾ ചോദിച്ചു. ആ ഓർമ്മയിൽ അവർ ഞെട്ടി. നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യണ്ട, പക്ഷേ ഡോക്ടർ ഭട്ടിനെ വിവരം അറിയിക്കണം. ഹി മസ്റ്റ് നോ എവറിത്തിങ്. യു ആർ റൈറ്റ്. നിക്കോളാസ് അപ്പോൾ തന്നെ രമേഷ് ഭട്ടിനെ വിളിച്ച് മഹേന്ദ്ര ഗൗഡയുടെ ഭീഷണിയെക്കുറിച്ച് പറഞ്ഞു. മംഗലാപുരത്ത് കാജിൽ എങ്ങനെ എത്തിയെന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ് നിക്കോളാസ്. നാരായണ ഹെഗ്ഡെ എന്നു പേരുള്ള ഒരു ബിസിനസ്സുകാരനാണ് അവളെ അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ഭാര്യയെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീയും ഉണ്ടായിരുന്നു ഒപ്പം, ഡോക്ടർ ഭട്ട് പറഞ്ഞു. അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഡോക്ടർക്ക് അറിയാമോ? നിക്കോളാസ് ചോദിച്ചു. വിസിറ്റിംഗ് കാർഡ് എനിക്ക് തന്നിരുന്നു. കദ്രി ടോൾ ഗേറ്റിനടുത്തുള്ള അഡ്രസ്സാണ്. 2 ടെലിഫോൺ നമ്പറുകൾ അതിലുണ്ടായിരുന്നു. പലതവണ ഞാൻ വിളിച്ചു നോക്കിയെങ്കിലും ആരും എടുത്തില്ല. ആ കാർഡ് എനിക്ക് തരാമോ? ഞാനൊന്ന് അന്വേഷിച്ച് നോക്കാം. തീർച്ചയായും തരാം. നിക്കോളാസ് പേടിക്കണ്ട. മഹേന്ദ്ര ഗൗഡയുടെ ഭീഷണിയെക്കുറിച്ച് ഞാൻ പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുക്കാം. കാജലിൻ്റെ ലോക്കൽ ഗാർഡിയനാണ് നിങ്ങൾ എന്നേ ഞാൻ പറയൂ. താങ്ക് യു ഡോക്ടർ. എന്തെങ്കിലും വിവരം പുതിയതായി കിട്ടിയാൽ എന്നെ അറിയിക്കണം. തീർച്ചയായും. ഡോക്ടർ ഏറ്റു. സഹായത്തിന് ഡോക്ടർ രമേഷ് ഭട്ട് ഉണ്ട്. ഞാൻ മോളുടെ അടുത്തേക്ക് പോവാണ്. ശ്രേയ സിത്താരയുടെ മുറിയിലേക്ക് പോയി. അപ്പോൾ തന്നെ സെക്യൂരിറ്റി ഗാർഡുകളെയും വീട്ടുജോലിക്കാരികളെയും തോട്ടക്കാരനെയും നിക്കോളാസ് വിളിച്ചു വരുത്തി. സിത്താര ബന്ധത്തിലുള്ള കുട്ടിയാണെന്നാണ് ശ്രേയ അവരോടെല്ലാം പറഞ്ഞിരുന്നത്. നിങ്ങളെയെല്ലാം വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാണ്. ഇന്ന് എനിക്കൊരു രഹസ്യമായി ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സാൻഡി മോളെ ആരോ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവളെ വെച്ച് വിലപേശാൻ വേണ്ടിയാണ്. സോ എവരിബഡി ബി കെയർഫുൾ. സംശയകരമായി എന്ത് കണ്ടാലും ഉടൻ എന്നെ അറിയിക്കണം. ഓക്കെ? എല്ലാവരും തലകുലുക്കി. പോലീസിൽ അറിയിച്ചിട്ടുണ്ടോ സാർ? സെക്യൂരിറ്റി ഗാർഡ് സൊമ്മയ്യ ചോദിച്ചു. യെസ്, പക്ഷെ ഒരു എമർജൻസി ഉണ്ടായാൽ അത് ഫേസ് ചെയ്യാൻ നമ്മളൊക്കെ അന്നേരം കാണും. മനസ്സിലായ മട്ടിൽ അയാൾ വീണ്ടും തലകുലുക്കി. ശരി, എല്ലാവർക്കും പോകാം. ബംഗ്ലാവിൽ അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് അവർ പിരിഞ്ഞുപോയി. നിക്കോളാസ് സിത്താരയുടെ മുറിയിലേക്ക് ചെന്നു. ശ്രേയയുടെ മടിയിൽ തലവെച്ച് സുഖത്തോടെ കിടക്കുകയായിരുന്നു അവൾ. മമ്മിയെപ്പോലെ ഒരു അമ്മയുണ്ടായിരുന്നു എനിക്കും. മുടി നല്ല ഭംഗിയായി ചീകി കെട്ടി തരുമായിരുന്നു. സിത്താര ഓർമ്മകളിൽ എവിടെയോ മുങ്ങിത്തപ്പി. എന്തായിരുന്നു അമ്മയുടെ പേര്? ശ്രേയ ചോദിച്ചു. ഓർമ്മ വരുന്നില്ല. അമ്മയെക്കുറിച്ച് ഒന്നും ഓർമ്മ വരുന്നില്ലേ? നിക്കോളാസ് ചോദിച്ചു. അവൾ തലതിരിച്ച് അയാളെ ഒന്ന് നോക്കി. ഇല്ല ഡാഡി. അയാൾക്ക് സന്തോഷം തോന്നി. നിന്റെ ഭൂതകാലം എന്നും ശൂന്യമായി തന്നെ ഇരിക്കട്ടെ മോളെ. ആരെങ്കിലും വന്ന് നിന്നെ അവകാശപ്പെട്ടാൽ മോൾ ഞങ്ങളെ വിട്ടു പോകുമോ? അവളുടെ കവിളിൽ തലോടിക്കൊണ്ട് ശ്രേയ ചോദിച്ചു. ഇല്ല മമ്മി, ഈ വീട് എനിക്കിഷ്ടമായി. മമ്മിയെയും ഡാഡിയെയും എനിക്കിഷ്ടമായി.
എങ്കിൽ നിന്റെ മാര്യേജ് നടത്താൻ പോവാം മോളെ ഞങ്ങൾ, നിക്കോളസ് പറഞ്ഞു. പെട്ടെന്ന് അവളുടെ മുഖം വാടി. മാര്യേജ് കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ വിട്ട് എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വരത്തില്ലേ? നിക്കോളാസും ശ്രേയയും പുഞ്ചിരിച്ചു. ഇല്ല, മാര്യേജ് കഴിഞ്ഞാൽ മോൾക്ക് ഈ വീട്ടിൽ ഞങ്ങളോടൊപ്പം താമസിക്കാം. മോളുടെ ഹസ്ബൻഡ് ആഴ്ചയിലൊരിക്കൽ നിന്നെ കാണാൻ ഇവിടെ വരും. റിച്ചാർഡ്, പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു. യെസ്, വി കോൾ ഹിം റിച്ചി. അവൻ ഇന്ന് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല. സിത്താര ആശ്ചര്യത്തോടെ അവർ നോക്കി. റിച്ചി ലോകം മുഴുവൻ പറന്നു നടക്കുകയാണ്. ബ്രിട്ടീഷ് എയർവേസിൽ ക്യാപ്റ്റനാണ് അവൻ. എന്നെയും കൊണ്ടുപോകുമോ പറക്കാൻ? കൗതുകത്തോടെ അവൾ ചോദിച്ചു. കൊണ്ടുപോകും. ചിലപ്പോൾ സ്വിറ്റ്സർലൻഡിലായിരിക്കും നിങ്ങളുടെ ഹണിമൂൺ, ശ്രേയ പറഞ്ഞു. പെട്ടെന്ന് നിക്കോളസിൻ്റെ മുഖത്ത് ഒരു നിഴൽ വീണു. ഇല്ല ശ്രേയ, ഇനി അവൻ സ്വിറ്റ്സർലൻഡിൽ പോകാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് സാൻഡിയയും കൊണ്ട്. മെമ്മറീസ് വിൽ ഹണ്ട് ഹിം, ശബ്ദം താഴ്ത്തി അയാൾ പറഞ്ഞു. യെസ്, ഞാനത് ഓർത്തില്ല. ശ്രേയയുടെ ശബ്ദവും താണു. രണ്ടുപേരും നിശബ്ദരായി അല്പനേരമിരുന്നു. പെട്ടെന്ന് നിക്കോളസ് എഴുന്നേറ്റു. ഐ ആം ഗോയിങ് ടു കോൾ ഹിം. അവനൊരു മുന്നറിയിപ്പ് കൊടുക്കണം, അല്ലാതെ പറ്റില്ല. അയാൾ മൊബൈലുമായി മുകൾ നിലയിലെ ബാൽക്കണിയിലേക്ക് പോയി. റിച്ചാർഡിൻ്റെ നമ്പർ എടുത്ത് അപ്പോൾ തന്നെ അയാൾ വിളിച്ചു. നീണ്ട ഒരു നിമിഷത്തോളം ബെല്ലടിച്ച ശേഷം സാഗരത്തിൻ്റെ മറുകരയിൽ നിന്നാണെങ്കിലും തൊട്ടടുത്ത് നിന്ന് സംസാരിക്കുന്നത് പോലെ റിച്ചാർഡിൻ്റെ സ്വരം കേട്ടു. ഹലോ ഡാഡി. റിച്ചി, നീ ഇപ്പോൾ ഫ്ലൈറ്റിലാണോ? അല്ല ഡാഡി, എയർപോർട്ടിലാണ്. സംസാരിക്കാം, 5 മിനിറ്റുണ്ട്. നീ ഇനി എന്ന് വരും മോനെ? അടുത്ത സൺഡേ ഞാൻ മുംബൈയിൽ ലാൻഡ് ചെയ്യും. ഇത്തവണ നീ ബാംഗ്ലൂർക്ക് വരണം. വി വിൽ ഹാവ് എ സർപ്രൈസ് ഫോർ യു, നിക്കോളസ് പറഞ്ഞു. എന്ത് സർപ്രൈസ്? ഞങ്ങൾക്കൊരു സാൻഡിയെ കിട്ടി മോനെ. അവൾ നിനക്കുള്ളതാണ്. സാൻഡി? മനസ്സിലാകാത്ത മട്ടിൽ അയാൾ ചോദിച്ചു. യെസ്, അതൊരു കഥയാണ്. വരുമ്പോൾ എല്ലാം വിശദമായി ഞാൻ പറയാം. ഷീ ഈസ് എ ലവ്ലി ഗേൾ, യു വിൽ ലവ് ഹെർ. ബട്ട് ഡാഡി, നിൻ്റെ വിഷമം എനിക്കറിയാം. പക്ഷേ മറുത്ത് എന്നോടൊന്നും പറയരുത്. അവളുടെ ഫോട്ടോ ഞാനിന്ന് മെയിൽ ചെയ്യാം, കാണണം. അപ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. എല്ലാം മറക്കാൻ തുടങ്ങിയായിരുന്നു ഡാഡി ഞാൻ, വേദനയോട് റിച്ചാർഡ് പറഞ്ഞു. പഴയ വേദനകൾ മറക്കാൻ സാൻഡി നിന്നെ സഹായിക്കും. സാൻഡി എന്ന് തന്നെയാണ് ആ കുട്ടിയുടെ പേര്? റിച്ചാർഡ് ചോദിച്ചു. അല്ല, സിത്താര എന്നാണ്. ഞങ്ങൾ കൊടുത്ത പേരാണ് സാൻഡി. ഓക്കെ ഡാഡി, മെയിൽ അയക്കൂ. ബട്ട് ഐ വിൽ പ്രോമിസ് യു നത്തിങ്. റിച്ചാർഡ് പെട്ടെന്ന് ഫോൺ വെച്ചു. അന്ന് തന്നെ സിത്താരയുടെ ഫോട്ടോ സ്കാൻ ചെയ്ത് ഇമെയിലായി നിക്കോളസ് അയാൾക്ക് അയച്ചു കൊടുത്തു. സാൻഡിയെ കണ്ടാൽ ഏത് ചെറുപ്പക്കാരനാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക? അന്ന് രാത്രിയിൽ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിച്ചാർഡിൻ്റെ കാര്യം സിത്താരയോട് നിക്കോളസ് പറഞ്ഞു. മോളുടെ ഫോട്ടോഗ്രാഫ് ഞാൻ റിച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. റിച്ചിക്ക് എന്നെ ഇഷ്ടപ്പെടുമോ ഡാഡി? ഉത്കണ്ഠയോടെ അവൾ ചോദിച്ചു. ഇഷ്ടപ്പെട്ടാൽ അവൻ നിന്നെ വിളിക്കും. വിളിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം റിച്ചിക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നായിരിക്കുമോ? നോ ഡിയർ, അതിൻ്റെ അർത്ഥം നിന്നെ ഇഷ്ടമാണെന്നാണ്. നേരിൽ കണ്ട് പറയാൻ അവൻ കാത്തിരിക്കുന്നെന്നാണ്. അത് കേട്ട് മന്ദവസിച്ചു അവൾ. അന്ന് രാത്രി ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് ശ്രേയ ഒരു കാര്യം ഓർത്തത്. മോൾ തനിച്ചല്ലേ റൂമിൽ? എനിക്ക് പേടിയുണ്ട്, അവർ പറഞ്ഞു. എങ്കിൽ താനും അവളുടെ മുറിയിൽ ചെന്ന് കിടന്നോളൂ, അയാൾ അനുവദിച്ചു. സിത്താരയുടെ മുറിയിലേക്ക് ശ്രേയ പോയി. അപ്പോഴാണ് നിക്കോളസ് ഒരു കാര്യം ഓർത്തത്. പൂട്ടിവെച്ച അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന റിവോൾവർ എടുത്ത് അയാൾ പരിശോധിച്ചു. തിരകൾ നിറച്ച കൈത്തോക്കായിരുന്നു അത്. എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. തലയിണ കീഴിൽ തോക്ക് വെച്ചിട്ടാണ് അയാൾ ഉറങ്ങാൻ വേണ്ടി ലൈറ്റ് ഓഫ് ചെയ്തത്. പിറ്റേന്ന് രാവിലെ നിക്കോളസും ശ്രേയയും ലേഡി ഹില്ലിങ്ങിലുള്ള അവരുടെ ഓഫീസിലേക്ക് പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഹൗസ് മെയ്ഡ് മാർഗരറ്റ് സിത്താരയുടെ മുറിയിലേക്ക് വന്നു. മോൾക്കൊരു ഫോൺ കോൾ ഉണ്ട്, അതെടുത്തോളൂ, അവളുടെ മുറിയിലെ എക്സ്റ്റൻഷൻ ഫോൺ ചൂണ്ടിക്കാട്ടി മാർഗരറ്റ് പറഞ്ഞു. സിത്താര വേഗം ചെന്ന് റിസീവർ എടുത്തു. മമ്മിയോ ഡാഡിയോ ആയിരിക്കും വിളിക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. ഹലോ, അവൾ പറഞ്ഞു. സാൻഡി, ഇമ്പമുള്ളൊരു പുരുഷസ്വരം ചോദിച്ചു. യെസ്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ല. അയാൾ റിച്ചാർഡ്. അവളുടെ ഹൃദയം ഒന്ന് കുതിച്ചു. റിച്ചി? യെസ്. എൻ്റെ ഫോട്ടോ കണ്ടോ? അവൾ ചോദിച്ചു. യെസ്. എന്നെ ഇഷ്ടപ്പെട്ടോ? യെസ്. വിൽ യു മാരി മീ? വാട്ട് ഡു യു തിങ്ക്? അയാൾ ചോദിച്ചു. എനിക്കറിയില്ല. എന്നെ സംബന്ധിക്കുന്ന ഒരു രഹസ്യമുണ്ട്. ഡാഡിയും മമ്മിയും അത് സാൻഡിയോട് പറഞ്ഞു കാണില്ല. എന്ത് രഹസ്യം? അവൾക്ക് ഉത്കണ്ഠയായി. റൂമിൽ ആരെങ്കിലും ഉണ്ടോ? റിച്ചാർഡ് ചോദിച്ചു. അവൾ തിരിഞ്ഞൊന്ന് നോക്കി. അവളെ തന്നെ നോക്കി മാർഗരറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. മാർഗി പോയിക്കോളൂ, അവൾ പറഞ്ഞു. മാർഗരറ്റ് മെല്ലെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി.